അനിമോൾ എപ്പോഴും നമ്മുടെ നെവീനെയും അതേപോലെ അക്ബറിനെയും വൃത്തിയില്ല, പല്ല് തേക്കില്ല, കുളിക്കില്ല എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്നതായിട്ട് ഒരു പ്രശ്നം അവരെപ്പോഴും ഉന്നയിച്ചിട്ട് നെവിൻ അതിൻ്റെ പേരിലൊക്കെയാണ് അനിമോളെ ഈ ടോർച്ചർ ചെയ്യുന്നത്. പക്ഷേ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ദേ ഇപ്പോൾ ലൈവിൽ അനുമോളും അതേപോലെ തന്നെ ആദിലയൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഇവർ ബെഡ് പോലും മര്യാദയ്ക്ക് മടക്കി വെക്കാറില്ല. അനുമോളാണ് ഡെയിലി ഇവരുടെ ബെഡ് ഉൾപ്പെടെ കംഫർട്ടെല്ലാം മടക്കി വെക്കുന്നത്. അപ്പം നമ്മുടെ ആദില പറയുകയാണ്, ഇനി മേലാൽ നീ അവരുടെ ഡ്യുവറ്റ് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടർ അവർ പുതയ്ക്കുന്ന സാധനം നീ മടക്കി വെക്കരുത്, നിൻ്റെ ഇതുകൊണ്ട് ചെയ്യുന്നതാണ്, പക്ഷെ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം ബിഗ് ബോസ് അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പൊട്ടയായിട്ട് അവിടെ അവരുടെ മാത്രം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന്. അവർ ക്യാപ്റ്റന്മാരാണ് ആ വീടിൻ്റെ. അതിനുശേഷം ആദില പറഞ്ഞിട്ടുണ്ട്, ഈ അക്ബറിൻ്റെ അടുത്ത് അവൻ്റെ ഉമ്മ വന്ന ടൈമിൽ പറഞ്ഞതാണ് അക്ബറെ, എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് പറഞ്ഞതാണ് അക്ബറെ നീ പകല് കുളിക്കണം എന്നുള്ള രീതി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ അനുമോള് പറയാണ്, ഇവന്മാർ കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, എപ്പോഴും സ്മെല്ലാണ്. അത് ബിഗ് ബോസിന് അറിയത്തില്ല, അത് നമുക്കേ അറിയത്തുള്ളൂ. ശരിയാണ്, ആമ്പിള്ളേർക്ക് കുറച്ചും കൂടി ഒരു വിയർപ്പിൻ്റെ സ്മെല്ല് ഭയങ്കര എക്സ്ട്രീമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അവർ വീട്ടിലല്ല താമസിക്കുന്നത്, അവരൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തി അവരുടെ ശരീരത്തെ അവർക്ക് ഉണ്ടാവണം അല്ലേ. അവർക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ, സോപ്പും അതും ഇതൊക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഒരിടയ്ക്ക് രേണു കുളിക്കാതെ നനയ്ക്കാതെ നടന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞല്ലേ, തല കുളിക്കാതൊക്കെ നടന്ന സമയത്ത്. അതേപോലെ തന്നെയല്ലേ എല്ലാവരും നിൽക്കുന്ന സ്ഥലമല്ലേ. അവൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ഒന്നും അല്ല അതൊക്കെ സഹിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് അനുമോൾ ചൂണ്ടിക്കാണിച്ചത് കറക്റ്റ് കാര്യമാണ്. അതൊന്നും കൂടെ അവർ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അവർ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് വീടിൻ്റെ പുറത്ത് പോയിരുന്ന് രണ്ടുപേരും എല്ലാവരും കൂടെ സംസാരിച്ചു. എന്നിട്ട് ഇവർ സിഗരറ്റ് റൂമിൽ പോയിട്ട് ഇവർ സിഗരറ്റും വലിച്ചു. ആരൊക്കെയാണ് വലിച്ചെന്ന് അറിയത്തില്ല. ആര് പോയി ആര് വലിച്ചാലും ശരി തിരിച്ച് വന്നിട്ട് കൈ പോലും കഴുകാതെ ഇവർ പാചകം ചെയ്യാൻ കയറി. ഇത് അനുമോൾ ആദ്യം അവിടെ നിന്ന് പറയുവാണ്, ഇതൊക്കെ പറയുവാണ്. അപ്പം എത്രത്തോളം വൃത്തിയാണ് അവർ ആ വീട്ടിൽ കിടന്ന് കാണിക്കുന്നത്. അവർ വീടല്ല, അവരുടെ സ്വന്തം വീടൊന്നും അല്ല ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാൻ വേണ്ടി. അവരുടെ വീട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ അവരിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും കണ്ടസ്റ്റൻസിൻ്റെ കൂടെ നിൽക്കുമ്പം അവരിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവരുടെ വൃത്തിയില്ലായ്മ ബിഗ് ബോസ് തന്നെ ചൂണ്ടിക്കാണിച്ചു. ആ ബെഡ് മടക്കിയിട്ടില്ല, എങ്ങനെ കിടന്നോ അതേപോലെ എണീറ്റ് വരികയാണ്. എങ്ങനെ സിഗരറ്റ് വലിച്ച് ആ കൈ കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഉള്ള കാര്യമാണ് പറയുന്നത്. അവരുടെ സ്മെല്ല് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരാളത് വിളിച്ച് പബ്ലിക്കായിട്ട് പറയുന്നത് ഇതിലെന്താ തെറ്റ്? ഇത് പറഞ്ഞു കൊടുത്ത അനുമോളെ എന്തോരം ക്രൂശിച്ചു. അനുമോൾ അത് വിളിച്ച് പറയുമ്പോൾ പോലും അവർക്കത് മാറ്റാനാവുന്നില്ല. അനുമോൾ കള്ളം പറയുന്നതെന്ന രീതിയിൽ വരുത്തി തീർത്തു. പക്ഷേ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ക്ലോസ് കോൺടാക്റ്റ് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കുമ്പം നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയായി ശുദ്ധീകരിച്ച് നിൽക്കണം. അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു ഹൈജീൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇവരോട് ചെയ്യാത്തതിലാണ് അനുമോൾ വിളിച്ച് പറയുന്നത്.